വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര ഹൂഡയെ ദേശീയ സുരക്ഷ സംബന്ധിച്ച ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് അവരോധിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 2016 ഉറി ആക്രമണത്തിന് പ്രത്യാക്രമണമായി ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അതിന് നായകത്വം വഹിച്ച ആളാണ് ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര ഹൂഡ. ദീപേന്ദ്ര ഹൂഡയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഈ സമിതി രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ദേശീയ സുരക്ഷയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് എടുക്കേണ്ടത്, എന്തെല്ലാം തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഈ സമിതിയിൽ മറ്റ് അംഗങ്ങൾ ഇവരൊക്കെയാണ്. മുൻ റിട്ടയേർഡ് കരസേന, നാവികസേന, ഒപ്പം തന്നെ വ്യോമസേന മേധാവികൾ ഉൾപ്പെടുന്ന വലിയ ഒരു സേനാ വിഭാഗത്തെയാണ്, അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള സേനാ മേധാവികളെയാണ് ഈ സമിതിയിൽ കോൺഗ്രസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ സമിതി പ്രധാനമായും പഠിക്കുക ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, എവിടെയെല്ലാമാണ് സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത്, എവിടെയെല്ലാമാണ് ഇന്ത്യക്ക് പിഴവ് പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നത്, ആ പിഴവുകൾ ഇല്ലാതാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി ഈ സമിതി പഠിക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ സമിതിയെ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഈ ഹൂഡ അധ്യക്ഷനായ ഈ സമിതി മുൻ സൈനിക മേധാവികൾ അടങ്ങുന്ന ഈ സമിതി സമഗ്രമായ ഒരു റിപ്പോർട്ടിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് ഒറ്റയ്ക്കോ കൂട്ടായോ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കേണ്ട നിലപാടുകളും സുരക്ഷാ പ്രശ്നങ്ങളുമാണ് ഈ സമിതി പ്രധാനമായും കോൺഗ്രസ് അധ്യക്ഷന് കൈമാറുക. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മോദി ഭരണത്തിന് കീഴിൽ ദേശീയ സുരക്ഷ സംബന്ധിച്ച് യാതൊരു ഉറപ്പുമില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കാരണം പുൽവാമ ആക്രമണമടക്കം നിരവധി സുരക്ഷാ വീഴ്ചകൾ ഈ സർക്കാരിന്, NDA സർക്കാരിന് സംഭവിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ജെയ്ഷെ മുഹമ്മദ് പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ആ വീഡിയോ പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ച് ഉള്ള മുന്നറിയിപ്പ് പോലും സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു പുൽവാമയിൽ ആക്രമണം ഉണ്ടാകുമെന്ന്. അതും ഈ സർക്കാർ അവഗണിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ഇന്നും ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് ഇന്ന് കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള സുരക്ഷാ പിഴവുകൾ അടയ്ക്കുക എന്നുള്ളതാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഒരു തരത്തിലെ സുരക്ഷാ വീഴ്ചയും ഇല്ലാതെ ശത്രുരാജ്യങ്ങളെ ഈ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ഒരു കാരണവശാലും അനുവദിക്കാതെ, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഒരു കാരണവശാലും ഇന്ത്യയുടെ അതിർത്തി കടത്താതെ എങ്ങനെ നിർത്താം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ സമിതി പഠിക്കുക. ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര ഹൂഡ ഒരു അതിർത്തി വിദഗ്ധനാണ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് ഇന്ത്യ പാക് ബോർഡറിലെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന, ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇൻ്റലിജൻ്റായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, മുൻ പട്ടാള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യ പാക് അതിർത്തി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അറിയാം. സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയ ആളാണ്. അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഹൂഡയുടെ റിപ്പോർട്ട് കോൺഗ്രസിന് വലിയ കരുത്താകും. ഈ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിൻ്റെ പ്രതിരോധ നടപടികളും ഒപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കുന്ന സൈനിക നടപടികളും. അതിനുള്ള ഒരു വലിയൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസത്തിനകം ലഫ്റ്റനന്റ് ജനറൽ ദീപേന്ദ്ര ഹൂഡ അധ്യക്ഷനായ ഈ സമിതി കോൺഗ്രസിന് തങ്ങളുടെ റിപ്പോർട്ട് കൈമാറും.